നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചൻ ഗുഡ് ഫുഡ് ആൻഡ് ഫൈൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ്റെ റെസിപ്പിയാണ്. തനി നാടൻ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു മട്ടൻ പെപ്പർ റോസ്റ്റാണിത്. എല്ലാത്തരം ഫുഡിൻ്റെ കൂടെയും സൈഡായിട്ട് പോകും. അപ്പം, പുട്ട്, ചപ്പാത്തി, ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ മട്ടൻ പെപ്പർ റോസ്റ്റ് തയ്യാറാക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ലൈക്കും കമൻസും ഒക്കെ ആയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് മട്ടൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതൊരു 780 ഗ്രാം മട്ടൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു ഏകദേശം 1 ടീസ്പൂണുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പാണ് ചേർക്കുന്നത്. ഇതൊരു 1/2 ടീസ്പൂൺ ഉപ്പുണ്ട്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് അവസാനം കറിയെല്ലാം ആയി കഴിയുമ്പോൾ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടിയാണ് ചേർക്കുന്നത്. മട്ടനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും, എന്നാലും നമുക്ക് കുറച്ചൊരു ചാറ് ആവശ്യമുണ്ട്. അപ്പം നമുക്കിത് കുക്കർ അടച്ചതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ കേൾപ്പിച്ചാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അത് അവിടെ ഇരുന്ന് കുക്കാകട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഒരു പാനിലേക്ക് കുറച്ച് പച്ച മല്ലിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്തു. 1 ടേബിൾ സ്പൂണും കൂടെ ഞാൻ ചേർത്തു. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പച്ചമല്ലിയാണ് നമ്മൾ ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വറ്റൽമുളക്, ഏകദേശം ഒരു 8 മുതൽ 10 വരെ നമുക്ക് എടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് ഫ്ലെയിമിലൊന്നും വെക്കല്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരുപാട് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. ചെറുതായിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ മല്ലിയിൽ നിന്നൊക്കെ ഒരു നല്ല മണം വരും. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് അങ്ങ് ഫൈൻ പൗഡർ ആക്കണ്ട, തരിതരിപ്പായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ അത് പൊടിച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മട്ടൻ റോസ്റ്റിന് വേണ്ട മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒരു ഏകദേശം 2-2.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു വലിയ 8 കഷ്ണം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി അരിഞ്ഞത് ഒരു ഏകദേശം 1 ടേബിൾ സ്പൂൺ മുതൽ ഒരു 1.25 ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് ചേർക്കാം. ഇനി അതും കൂടി ചേർത്തിട്ടൊന്ന് നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് നല്ലതാണ്. അപ്പം നമ്മളിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ചുമന്നുള്ളിയാണ് ചേർക്കുന്നത്. ചുമന്നുള്ളി ഞാനിപ്പോൾ എത്ര ചേർത്തു എന്ന് ചോദിച്ചാൽ ഒരു മീഡിയം സൈസിലുള്ള ഒരു 10-20 ഉള്ളി ഞാൻ അരിഞ്ഞിട്ട് ഇത് ചേർത്തിട്ടുണ്ട്. ഉള്ളിക്ക് അങ്ങനെ കണക്കൊന്നുമില്ല, എന്നാലും കുറച്ച് കൂടുതൽ ചേർത്താൽ ചെറിയ ഉള്ളി നല്ലതാണ്. അപ്പോൾ അത് കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റാം. ഇപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്തു. അപ്പോൾ കറിവേപ്പില ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ തരിതരിപ്പായിട്ട് പൊടിച്ച് മാറ്റി വെച്ചിരുന്ന മല്ലിയും മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഉള്ളിയിലേക്ക് ഇതിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയം അങ്ങനെ മൂക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ ചൂടാക്കിയിട്ട് പൊടിച്ചതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഞാനിത് വീട്ടിൽ തന്നെ നല്ലതുപോലെ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല മണവും ഉണ്ട്. അപ്പോൾ അതൊരു ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നു, എന്നാലും സാരമില്ല. നമുക്ക് വീണ്ടും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം പൊടിയുടെ പച്ചമണമൊക്കെ എല്ലാം ഇവിടെ മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. തക്കാളി ഒരു ചെറിയ തക്കാളി മതി. അത് നല്ലതുപോലെ ഒന്ന് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. ഇനി തക്കാളി ഒന്ന് കുക്കായി വരണം. അപ്പോൾ അങ്ങനെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ ആവിയും ഒക്കെ കൊണ്ടിട്ട് ഇത് പെട്ടെന്ന് തന്നെ തക്കാളി അങ്ങ് പെട്ടെന്ന് കുക്കായിട്ട് വരും. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കുവാണ്. ഇപ്പോൾ ഏകദേശം 1-2 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇത് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ആവിയിൽ നിന്ന് വീണ വെള്ളമാണത്. അതപ്പോൾ നമ്മുടെ പാനിലേക്ക് വീണാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ മസാല കാണാനും ഒരു ഭംഗിയുണ്ട്. നല്ലൊരു കറുപ്പ് കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുക്ക് ചെയ്ത് വെച്ചിരുന്ന മട്ടനിലുള്ള ആ സ്റ്റോക്ക്, അതായത് ആ വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യണം. ഇപ്പം ഉള്ള ഈ ഗ്രേവി കുറച്ചൊന്ന് വറ്റി വരും. ആ സമയത്താണ് നമ്മളിതിലേക്ക് മട്ടൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് നല്ലതുപോലെ തിളച്ച് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് വറ്റരുത്, കാരണം ഈ ഗ്രേവിയിലാണ് നമ്മൾ മട്ടൻ്റെ ഈ പീസസ് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യുന്നത്. ഒരു 5 വിസിൽ കേൾപ്പിച്ചിട്ടാണ് നേരത്തെ മട്ടൺ കുക്ക് ചെയ്ത് വെച്ചത്. കുറച്ചും കൂടെ
നമ്മുടെ മട്ടൺ കുക്കാവാനുണ്ട്. അത് നമ്മുടെ ഈ ഗ്രേവിയിൽ കിടന്നിട്ട് അത് നല്ലതുപോലെ കുക്കായിക്കൊള്ളും. പിന്നീട് നമ്മളൊന്ന് റോസ്റ്റ് ആക്കും, ആ സമയവും ഇത് കുക്കാവും. അപ്പോൾ നമുക്കിത് ഈ ഗ്രേവിയിലൊന്ന് ചേർത്തിട്ട് ഒന്ന് അടച്ചു വെക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് ഇത് കുക്കായി കുറച്ച് ഗ്രേവിയും കൂടെ ബാലൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഒരു അല്പം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പം കുറച്ച് വലിയ പാനാണ് ആവശ്യം. ഇതെനിക്കൊരു ചെറുതായിട്ട് തോന്നി, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊരു കുറച്ചും കൂടെ വലിയ പാനിലേക്ക് മാറ്റുവാണ്. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വറ്റി വരേണ്ടതുണ്ട്. 1-2 ഇൻഗ്രീഡിയൻസും കൂടെ നമുക്കിതിൽ ചേർക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഏകദേശം 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലൊരു മണമാണ് മട്ടനിൽ നിന്ന് വരുന്നത് പെരിഞ്ജീരകം ചേർത്തപ്പോൾ. ഇനി നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ഇടാം. നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതൊന്ന് യോജിപ്പിക്കാം. ഇപ്പം തന്നെ നമ്മുടെ മട്ടൺ പെപ്പർ റോസ്റ്റിൻ്റെ കളർ ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒട്ടും ഇതിൻ്റെ ചാറ് വേണ്ട എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കുറച്ചൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫുൾ ഗ്രേവി അങ്ങ് വറ്റിച്ചെടുത്താൽ നല്ല ഫ്രൈ ആയിട്ട് വരും. ഞാനിന്ന് അല്പം റോസ്റ്റ് പോലെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് കടുവറുത്ത് ചേർക്കാനാണ് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കടുവറുക്കുന്നത് ഇതിന്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 4 ചെറിയ വെളുത്തുള്ളി ഒന്ന് ചതച്ചാണ് എടുക്കാൻ പോകുന്നത്. അതിനുശേഷം എണ്ണയൊന്ന് ചൂടാകുമ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങാക്കൊത്താണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3 പച്ചമുളക് അറ്റമൊന്ന് നെടുകെ പിളർന്നതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് കറിവേപ്പില, എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഒരുപാട് നേരം അങ്ങ് മൂത്ത് പോകണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് മൂക്കണം. ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നേരമൊന്നും ഇനി മൂക്കണ്ട. ഇനി നമുക്കിത് നമ്മുടെ മട്ടൺ റോസ്റ്റിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മട്ടൺ പെപ്പർ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രൈ ആണ് ഇഷ്ടമെങ്കിൽ കുറച്ച് സമയം കൂടി നമ്മളൊന്ന് ഗ്യാസിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സകല ഗ്രേവിയും വറ്റിയിട്ട് നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ മട്ടൺ പെപ്പർ റോസ്റ്റ് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ വ്ലോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.